ഏകീകൃത കുർബാന അർപ്പിക്കണമെന്ന മാർപ്പാപ്പയുടെ നിർദ്ദേശം നടപ്പാക്കണമെന്ന് സിറോ മലബാർ സഭ സിനഡിന്റെ സർക്കുലർ. അടുത്ത ഞായറാഴ്ച എല്ലാ പള്ളികളിലും സർക്കുലർ വായിക്കണമെന്ന് നിർദ്ദേശം. വിവരങ്ങളുമായി ഉമേഷ് ചേരുന്നുണ്ട്. ഉമേഷ്, ഈ സർക്കുലറിൽ എന്തെല്ലാം കാര്യങ്ങളാണ് പറയുന്നത്? സിനഡ് സമ്മേളനം സമാപിച്ചത് ആ സമാപന ദിവസമാണ് ഈ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ മുഴുവൻ ഇടവകളിലും ഈ ഇടവകയ്ക്ക് കീഴിലുള്ള പള്ളികളിലും ഇത്തരത്തിൽ ഏകീകൃത കുർബാന തന്നെ അർപ്പിക്കണം എന്ന തീരുമാനമെടുത്തത്. എന്ന് മാത്രമല്ല, ഈ സിനഡിൽ പങ്കെടുത്ത മുഴുവൻ ബിഷപ്പുമാരും ഒപ്പുവെച്ച ആ സർക്കുലറും ഈ ഇടവകകൾക്ക് അയച്ചു നൽകിയിട്ടുണ്ട്. എറണാകുളം അങ്കമാലി അതിരൂപതയുടെ അപ്പോസ്റ്റലിക് അഡ്മിനിസ്ട്രേറ്റർ മാർ ബോസ്കോ പുത്തൂരാണ് ഇത്തരത്തിലൊരു സർക്കുലർ പുറത്തിറക്കിയിരിക്കുന്നത്. ആ സർക്കുലറിൽ പറയുന്നത് എല്ലാ പള്ളികളിലും ഇനി മുതൽ ഏകീകൃത കുർബാന അർപ്പിക്കുക തന്നെ വേണം എന്ന് മാത്രമല്ല, ഇക്കാര്യം ചൂണ്ടിക്കാട്ടിയുള്ള ഈ സർക്കുലർ അടുത്ത ഞായറാഴ്ച എല്ലാ ഇടവകകളിലും സ്ഥാപനങ്ങളിലും വായിക്കണം എന്നും ഈ സർക്കുലർ നിർദ്ദേശമുണ്ട്. ഈ ഏകീകൃത കുർബാനയെ എതിർക്കുന്ന വലിയൊരു വിഭാഗം എറണാകുളം അങ്കമാലി അതിരൂപതയിലുണ്ട്. അവരുടെ ഒരു പ്രതീക്ഷ പുതിയ മേജർ ആർച്ച് ബിഷപ്പ് വരുമ്പോൾ ഇക്കാര്യത്തിൽ ഒരു ഇളവ് ലഭിക്കും, അതിനുവേണ്ടി പ്രവർത്തിക്കുമെന്ന് വെച്ചായിരുന്നു. പക്ഷേ ഇപ്പോൾ വന്ന ഈ സർക്കുലർ ആ പ്രതീക്ഷകൾക്ക് എതിരാണ് എന്നുള്ളതാണ്. കാരണം കർശന നിർദ്ദേശം, അതായത് മാർപ്പാപ്പയുടെ നിർദ്ദേശമാണ് ഇത്തരത്തിൽ ഏകീകൃത കുർബാന അർപ്പിക്കണം എന്നുള്ളത്. ഇക്കഴിഞ്ഞ ഡിസംബർ 25 മുതൽ, അതായത് ക്രിസ്മസ് ദിനം മുതൽ നിർബന്ധമായും ഏകീകൃത കുർബാന അർപ്പിക്കണം എന്നുള്ളതാണ് മാർപ്പാപ്പയുടെ നിർദ്ദേശം. ആ നിർദ്ദേശം നടപ്പാക്കുക തന്നെ വേണം എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തിറക്കിയ ഈ സർക്കുലറിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. ഏകീകൃത കുർബാന അർപ്പിക്കണമെന്ന മാർപ്പാപ്പയുടെ നിർദ്ദേശം നടപ്പാക്കണമെന്നാണ് സിറോ മലബാർ സഭ ആവശ്യപ്പെടുന്നത്. ഇത് സംബന്ധിച്ച് സർക്കുലർ പുറത്തിറക്കിയിരിക്കുകയാണ് സഭ.